ഇന്നത്തെ ബൈബിൾ വായനാ ഭാഗം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം 3-ാം വാക്യം. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായും ഇരുന്നു. അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു. നാം അവനെ ആദരിച്ചതുമില്ല. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. 1 പത്രോസ് 1-ാം അധ്യായത്തിൽ പഴയ നിയമകാല പ്രവാചകന്മാർ യേശുക്രിസ്തുവിനുണ്ടാകുവാൻ പോകുന്ന കഷ്ടാനുഭവങ്ങളുടെയും തുടർന്നുള്ള മഹിമയെയും കുറിച്ച് ആരാഞ്ഞന്വേഷിച്ചിരുന്നതായി പറയുന്നു. മാനവരാശിയുടെ പാപത്തിൻ്റെ പ്രായശ്ചിത്തമായ ക്രൂശിൽ യാഗമായി തീർന്ന കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളെയാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. കഷ്ടത അനുഭവിക്കുന്ന ഒരു ദാസനായി എല്ലാവരാലും നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടവനുമായിരുന്നു യേശുക്രിസ്തു. ലോകസ്ഥാപനം മുതൽ അർക്കപ്പെട്ട കുഞ്ഞാടായിരുന്നു യേശു. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. നമ്മുടെ എല്ലാവരുടെയും അകൃത്യം ദൈവം അവൻ്റെ മേൽ ചുമത്തി. സ്വന്തം ജനത്താൽ യേശു തിരസ്കരിക്കപ്പെട്ടു. റോമർ പടയാളികൾ യേശുവിനെ ഒരു കുറ്റവാളിയായി നിന്ദിക്കുകയും തല്ലുകയും തുപ്പുകയും അടിക്കുകയും പരിഹസിക്കുകയും ചെയ്തതായി മത്തായി സുവിശേഷം 27-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു. അവനെ കണ്ടാൽ തിരിച്ചറിയുവാൻ കഴിയാതെ വണ്ണം ദണ്ഡിപ്പിച്ചു. യേശു നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി. തിരസ്കരിക്കപ്പെട്ട യഹോവയുടെ ദാസൻ പാപികൾക്ക് വേണ്ടി കഷ്ടത അനുഭവിക്കുകയും പ്രായശ്ചിത്തയാഗമായി തീർന്ന് പൂർണ്ണ തൃപ്തനായ യഹോവയുടെ ദാസനായ യേശുക്രിസ്തു നമ്മെ വീണ്ടെടുക്കുവാനും പിതാവുമായുള്ള കൂട്ടായ്മയിലേക്ക് നമ്മെ തിരികെ കൊണ്ടുവരുവാനും യേശുക്രിസ്തു കടന്നുപോയ കഷ്ടാനുഭവങ്ങളെ ഓർക്കുവാനും അതിലൂടെ നമുക്ക് ലഭിച്ച നിത്യരക്ഷയെ സ്മരിക്കുവാനും എപ്പോഴും നമുക്ക് ഇടയായി തീരട്ടെ. നാം എന്നേക്കും ജീവിക്കേണ്ടതിന് യേശു ക്രൂശിൽ മരിച്ച് അടക്കം ചെയ്യപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ഈ വചനങ്ങളാൽ ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.